ഹലോ ഫ്രണ്ട്സ്, സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. ഗീത അവനെ ഇഷ്ടപ്പെടണമെങ്കിൽ ഗീതയെ അവൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയെ പോലെ ആക്കണം. അതിനായുള്ള ശ്രമം ശ്യാം നടത്തി. അതിന് ആദ്യം അമ്മ പഴയ ലുക്കിൽ നിന്ന് പുതിയ ലുക്കിലേക്ക് മാറണം. അതിന് അമ്മമ്മയോട് പറഞ്ഞ് അമ്മയെ ശാലു ചേച്ചിയുടെ കൂടെ പുറത്തേക്ക് പറഞ്ഞു വിട്ടു. എനിക്കും ശാലു ചേച്ചിക്കും അല്ലാതെ വേറെ ആർക്കും അമ്മയെ എവിടേക്ക് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാവില്ല. ശാലു ഗീതയും കൊണ്ട് നേരെ പോയത് ഒരു ബ്യൂട്ടി പാർലറിലാണ്. അവിടെ എത്തിയത് ഗീത, ശാലു ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഉണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആൻറ്റി എൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ്. കൂടാതെ എൻ്റെ ചേട്ടൻ്റെ ഭാര്യ കുറച്ച് മോഡേൺ ആവുന്നതാണ് എനിക്കും ചേട്ടനും ഇഷ്ടം. അങ്ങനെ അവൾ പറഞ്ഞപ്പോൾ ഗീതയ്ക്ക് എന്തോ നാണക്കേട് തോന്നി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്ന് ഞാൻ മുത്തശ്ശിയെ വിളിക്കാം. ഗീതയ്ക്ക് ഇന്നലത്തെ കാര്യം ഓർമ്മ വന്നു. വേണ്ട, ഞാൻ വരാം. അവർ പാർലറിന്റെ ഉള്ളിൽ കയറി. അവിടുത്തെ മെയിൻ ആളോട് ശാലു എന്തൊക്കെയോ പറഞ്ഞു. അയാൾ ഗീതയെ കൂട്ടിക്കൊണ്ടുപോയി. മേഡം ഡ്രസ്സൊന്നും അയക്കണം. ഗീത ആദ്യം ഞെട്ടി, എങ്കിലും അവരുടെ അവസ്ഥ മനസ്സിലാക്കി. അവൾ വസ്ത്രമെല്ലാം പോയി. പാർലറിൽ ലേഡി ഗീതയുടെ കണ്ണ് കെട്ടി. എന്താണ് ഇത്? മേഡം പേടിക്കണ്ട, ഇത് മേക്ക് ഓവർ ചെയ്യാൻ ഇവിടേക്ക് വരുന്ന എല്ലാവർക്കും ചെയ്യുന്നതാണ്. മേക്ക് ഓവർ ദൈവമേ, എന്തൊക്കെയാണ് നടക്കുന്നത്? അല്ലെങ്കിൽ മേക്ക് ഓവർ കഴിഞ്ഞിട്ട് മേഡം കണ്ണാടിയിൽ നോക്കുമ്പോൾ വലിയ മാറ്റം വന്നതായി തോന്നില്ല. എന്നാൽ ഇങ്ങനെയാകുമ്പോൾ മേഡം കണ്ണു തുറന്ന് നോക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടിയെ പോലെ മേഡത്തിന് സ്വയം തോന്നും. അത് പറഞ്ഞ് ഗീതയെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. ഗീതയെ അവിടെ ഒരു ഡെസ്കിൽ കിടത്തി. അത് കഴിഞ്ഞ് ശരീരത്തിൽ ആദ്യം എണ്ണ തേപ്പിച്ചു. അതിനുശേഷം മസാജ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഗീതയ്ക്ക് തൻ്റെ ശരീരത്തിൻ്റെ തൊലിക്ക് മിനുസമുള്ളതുപോലെ തോന്നി. അത് കഴിഞ്ഞ് ഗീത ബാത്ത് ചെയ്തു. ഇതെല്ലാം ശ്യാം പറയിട്ട് ചെയ്യിപ്പിച്ചതാണ്. കാരണം ഗീതയ്ക്ക് ഇപ്പോൾ വയസ്സ് കൂടി വരികയാണ്. അതുപോലെ ശരീരത്തിനും. അതുകൊണ്ട് അമ്മയുടെ ശരീരത്തിലെ കട്ടിയുള്ള തൊലിക്ക് പകരം പുതിയ മിനുസമുള്ള തൊലി ആവാനും പുറമെ ശരീരം തന്നെ പുതിയ രൂപത്തിലാകാനുമുള്ള പരിപാടിയാണ്. എല്ലാം കഴിഞ്ഞ് ഗീതയെ ഒരു ബെഞ്ചിലിരുത്തി. ഗീതയ്ക്ക് തൻ്റെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നതെന്ന് മനസ്സിലായി. പക്ഷേ കണ്ണ് കെട്ടിയിരിക്കുന്നത് കൊണ്ട് എന്താണെന്ന് മനസ്സിലായില്ല. കുറെ നേരത്തെ മിനുക്ക് പണിക്ക് ശേഷം ഗീതയുടെ കണ്ണ് തുറന്നു. ഗീത എൻ്റെ പുതിയ രൂപം കണ്ട് ഞെട്ടി. മുഖത്ത് മുഴുവൻ മേക്കപ്പും. ഞാൻ ജീവിതത്തിൽ ഇടാത്ത ലിപ്സ്റ്റിക്ക്, എൻ്റെ ചുണ്ടിൽ. ശരീരത്തിലുണ്ടായ പാടുകൾ, രോമങ്ങൾ ഒന്നും കാണാനില്ല. അവൾക്ക് ഏറ്റവും കൂടുതൽ ഞെട്ടിയത് അവളുടെ മുടി മുറിച്ചത് അറിഞ്ഞപ്പോൾ. പണ്ട് മുടി മുന്നിലേക്കിട്ടാൽ വയറു കയറി കിടക്കുന്ന മുടി ഇപ്പോൾ മുന്നിലേക്കിട്ടപ്പോൾ കുറച്ചേ ഉള്ളൂ. കൂടാതെ കയ്യിലും കഴുത്തിലും ഫാൻസി ആയിട്ടുള്ള മാലയും വളയും, കൂടാതെ ചെവിയിൽ നീണ്ട കമ്മലും. ഗീത ഇതൊക്കെ പണ്ട് ആഗ്രഹിച്ചിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം ലഭിക്കുമ്പോഴും അവൾക്ക് സന്തോഷമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പാർലർ ലേഡി കടന്നു വന്നു. മേഡം, ഇതാ ഡ്രസ്സ്. ഇത് ഞാൻ ഇട്ടുകൊണ്ട് വന്നതല്ലല്ലോ. അല്ല, ഇത് പുറത്തു നിന്ന് മേഡത്തിന് തരാൻ പറഞ്ഞതാണ്. ഗീത ആ ഡ്രസ്സ് ഇട്ടു. അവൾ ആകെ ഞെട്ടി. അത് സ്ലീവ്ലെസ് കുർത്തിയായിരുന്നു. രണ്ട് കക്ഷവും പിന്നിൽ കഴുത്തും ഉള്ള ഭാഗവും കാണുന്നു. അപ്പോഴാണ് അവൾ അത് ശ്രദ്ധിക്കുന്നത്. അവളുടെ കഴുത്തിന്റെ പുറകിൽ എന്തോ എഴുതിയിരിക്കുന്നു. അവൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ അത് ശ്യാം മൈ ലവ് എന്നായിരുന്നു. ഇത് കണ്ടതും ഗീതയുടെ ദേഷ്യം കൂടി. അവൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ശാലു, ഇതൊക്കെ ആര് പറഞ്ഞു? വേറെ ആര് പറയാൻ? ശ്യാം പ്രത്യേകം പറഞ്ഞതാ. അവന്റെ ഭാര്യ ആവാൻ പോകുന്ന പെൺകുട്ടി ഇങ്ങനെയാവണമെന്ന്. എന്തായാലും ആന്റിയെ ഇപ്പോൾ കണ്ടാൽ എന്റെ ചേച്ചിയാണെന്ന് പറയുള്ളൂ. അത് കേട്ടതും ബ്യൂട്ടി പാർലറിലെ ആളുകൾ ഗീതയുടെ സൗന്ദര്യത്തെ പ്രശംസിച്ചു. എന്നാൽ ഗീതയ്ക്ക് സന്തോഷത്തിന് പകരം നാണക്കേട് പോലെയാണ് തോന്നുന്നത്. ഗീത പുതിയ മേക്ക് ഓവറായി വീട്ടിൽ പുറപ്പെട്ടു. വഴിയിൽ ശാലു ഗീതയ്ക്ക് വേണ്ടി കുറെ ഡ്രസ്സ് മേടിച്ചു. അങ്ങനെ അവർ വീട്ടിലെത്തിയതും ഗീത ശരിക്കും ഞെട്ടി. അവിടെ ആളുകൾ നിറയുണ്ട്. എന്താണ് സംഭവം എന്ന് ഗീതയ്ക്ക് മനസ്സിലായില്ല. സ്വാമിയും അവിടെയുണ്ട്. എല്ലാവരും ഗീതയുടെ രൂപമാറ്റം കണ്ട് ഞെട്ടി നിൽക്കായിരുന്നു. തന്നെ എല്ലാവരും നോക്കുന്നത് കണ്ട് ഗീതയ്ക്ക് നാണം വന്നു. അച്ഛന് സ്വന്തം ഭാര്യയെ കണ്ട് വള്ളം ഇറക്കുന്നത് കണ്ടതും ശ്യാമിന് കൂടുതൽ സന്തോഷമായി. മുത്തശ്ശി പറഞ്ഞു, മോളെ ഇങ്ങോട്ട് വാ, എവിടെ ഇരുന്നാലും. മോള് ഇപ്പോഴാണ് കൂടുതൽ സുന്ദരിയായത്. മുത്തശ്ശി അങ്ങനെ പറഞ്ഞു. ഗീത ഒരു പ്രത്യേക ഫീല് തോന്നി. അപ്പോൾ സ്വാമി പറഞ്ഞു, അപ്പോൾ എല്ലാവരെയും വിളിച്ചോ, നമുക്ക് മോതിരമാറ്റം തുടങ്ങാം. പെൺകുട്ടിയെ നല്ല വസ്ത്രം അണിയിച്ച് കൊണ്ടുപോവാ. വാ, നമുക്ക് റൂമിലേക്ക് പോവാം. അപ്പോൾ ഗീതയ്ക്ക് തന്റെ എൻഗേജ്മെന്റ് ആണെന്ന് ഇപ്പോൾ നടക്കാൻ പോകുന്നത് മനസ്സിലായി. ഗീത പേടിയോടെ അവിടേക്ക് പോയി. അവിടെ ശാലുവിന്റെ അമ്മ ഉണ്ടായിരുന്നു.
വരൂ ഗീത, ഇന്ന് തൊട്ട് നീ വീണ്ടും ഈ കുടുംബത്തിന്റെ മരുമകളാകാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ വള നിനക്കാണ്. ഗീത ആ വള നോക്കി. ഞാൻ ആദ്യമായി വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അമ്മ ഇട്ട് തന്ന വള. ഈ കുടുംബത്തിൽ പുതിയതായി വരുന്ന മരുമകൾക്കാണ് ഈ വള കൊടുക്കുന്നത്. അത് വീണ്ടും അവളുടെ കയ്യിൽ വന്നത് കണ്ടപ്പോൾ അവൾക്ക് വീണ്ടും സങ്കടം വന്നു. അവൾക്ക് കരയണമെന്നുണ്ട്, പക്ഷെ പറ്റിയില്ല. അവളത് കയ്യിൽ അണിഞ്ഞു. പിന്നെ കുറച്ച് മേക്കപ്പ് കൂടി ഇട്ട് എന്നിട്ട് ശാലു അവളെ അകത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ വാ ആന്റി, നമുക്ക് അകത്തേക്ക് പോകാം, ശാലുവിന്റെ അമ്മ ചോദിച്ചു. ശാലു, ഇനി മുതൽ ഇവൾ നിന്റെ ചേച്ചിയാണ്, ചേട്ടന്റെ ഭാര്യ, അല്ലാതെ അമ്മായിയല്ല. സോറി, വാ ചേച്ചി, നമുക്ക് പോവാം. ഗീത അവളുമായി അകത്തേക്ക് പോയി. ശാലു ഗീതയെ ശ്യാമിന്റെ അടുത്തിരുത്തി. ഇതെല്ലാം ഗീതയെ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ കുടുംബത്തിനു വേണ്ടിയാണ് അവൾ ഒന്നും മിണ്ടാതിരിക്കുന്നു. സ്വാമി മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. നമുക്ക് അധികം നേരമില്ല, അടുത്ത ദിവസം തന്നെ ഇവിടെ കല്യാണം നടത്തണം. എല്ലാവരും സമ്മതിച്ചു. എന്നാൽ വധുവും വരനും ഇങ്ങോട്ട് വരും. ശ്യാം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി, പക്ഷെ ഗീത അവിടെ തന്നെ ഇരുന്നു. ശാലു അവളെ പിടിച്ച് അവന്റെ അടുത്ത് നിർത്തി. മോതിരം രണ്ടുപേരും മാറിക്കോളൂ. ശ്യാം ഗീതയുടെ കയ്യിൽ മോതിരമിട്ടു. ഇപ്പോഴും വൈകിയിട്ടില്ല, ആരെങ്കിലും ഇത് നിർത്തൂ എന്ന രീതിയിൽ ഗീത എല്ലാവരെയും നോക്കി. പക്ഷെ ആർക്കും അവളുടെ മനസ്സ് വായിക്കാൻ പറ്റില്ല. സ്വന്തം ഭർത്താവ് വരെ ഒന്നും ചെയ്യാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇനി ആരും തന്നെ രക്ഷിക്കാൻ വരില്ല എന്ന് മനസ്സിലായതോടെ ഗീത മോതിരം തന്റെ മോൻ ഇട്ടുകൊടുത്തു. അപ്പോൾ സ്വാമി, ഞാൻ പറഞ്ഞ പോലെ ആ ദിവസം തന്നെ കല്യാണം നടത്താം. പിന്നെ ഗീത ഇനി കല്യാണം കഴിയുന്നതുവരെ ശ്യാമിനോടല്ലാതെ വേറെ പുരുഷന്മാരോട് സംസാരിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഗീതയുടെ മുൻ ഭർത്താവിനോട്. അങ്ങനെ ഉണ്ടായാൽ ചിലപ്പോൾ മരണം വരെ ഉണ്ടാകും. അത് കേട്ടപ്പോൾ എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ആശംസകൾ നേടാൻ സ്വാമി പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആശംസകൾ നൽകി. മുത്തശ്ശി ഒരു ലഡു എടുത്ത് എന്നോട് കടിക്കാൻ പറഞ്ഞു. ഞാൻ കടിച്ചു. എന്നിട്ട് ഞാൻ കടിച്ച ഭാഗം അമ്മയോട് കടിക്കാൻ പറഞ്ഞു. അമ്മയും ആ ലഡു കടിച്ചു. എന്നാൽ ഞങ്ങളുടെ കുറച്ച് റൊമാൻറ്റിക് ഫോട്ടോസ് എടുക്കാമല്ലേ? ആ സമയം അമ്മ എന്നെ ദേഷ്യത്തിൽ നോക്കി. പക്ഷെ ഞാനത് കാര്യമാക്കില്ല. ഞാൻ അമ്മയെ പിടിച്ച് എൻ്റെ നെഞ്ചിലിട്ടു. എന്നിട്ട് ശാലിനോട് കുറച്ച് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അവൾ നല്ല ഫോട്ടോസ് എടുത്തു, അതും കുറേ റൊമാൻറ്റിക് പോസ്. ഇതൊക്കെ കാണാൻ പറ്റാതെയാകും അച്ഛൻ അവിടെ നിന്ന് പോയി. ഫോട്ടോ എടുക്കുന്ന രീതിയിൽ ഞാൻ അമ്മയുടെ എല്ലാ സ്ഥലത്തും കൈകൊണ്ട് ഓടി നടന്നു. ആ ശരീരത്തിന്റെ സ്പർശനം മുൻപ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ തൊടുമ്പോൾ എന്തോ പോലെ. പക്ഷെ ഗീതയ്ക്ക് ഇതൊന്നും ഇഷ്ടമില്ലാത്ത പോലെ. അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കി, പക്ഷെ അവൻ അമ്മയെ നല്ല രീതിയിൽ കെട്ടിപ്പിടിച്ചു. ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങോട്ട് വരാം. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി. എന്നിട്ട് സ്വാമി, ഇനി അധികം ദിവസമില്ല. ഇനിയുള്ള ദിവസങ്ങൾ ശ്യാമും ഗീതയും തൊട്ടടുത്തുള്ള അമ്പലത്തിൽ എന്നും തൊഴാൻ പോകണം. കൂടെ വേറെ ആരും പോകരുത്. അതും പറഞ്ഞ് സ്വാമി ഭക്ഷണം കഴിച്ചു അവിടെ നിന്ന് പോയി. ശ്യാമിന്റെ അച്ഛനും അമ്മയ്ക്കും ഫാമിലിയുടെ ഇഷ്ടത്തിന് മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിന്നു. ആ സമയമെല്ലാം ശ്യാം അവന്റെ അമ്മയെ അവനിലേക്ക് അടുപ്പിക്കാനുള്ള വഴി നോക്കി. എന്നാൽ അതിലൊന്നും ഗീത വീണില്ല. അങ്ങനെ കല്യാണ ദിവസം എത്തി. എല്ലാവരും ഗീതയുടെ ആദ്യ കല്യാണം നിശ്ചയിച്ച അമ്പലത്തിലെത്തി. അവിടെ കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കവും കഴിഞ്ഞു. വധുമാരോട് വരാൻ പറയോ. ഗീതയെ കൊണ്ട് ശാലു അവിടേക്ക് വന്നു. ഗീത സ്വർണ്ണ കളറുള്ള സാരിയാണ് ധരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കാലിലും കഴുത്തിലും കയ്യിലും നിറച്ച് സ്വർണമായിരുന്നു. ഇതെല്ലാം കൂടി ആയപ്പോൾ അവളുടെ സൗന്ദര്യം എടുത്തു കാണിച്ചിരുന്നു. ഗീത ഇപ്പോൾ അതീവ സുന്ദരിയായിട്ടുണ്ട്. ശ്യാമിന്റെ അച്ഛൻ തന്റെ ഭാര്യയ്ക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ ഗീതയെ നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്യാം വന്നു. ശ്യാമിനെ കണ്ടത് എല്ലാവരും സ്വാമിയെ നോക്കി. കാരണം അത് അവന്റെ മരിച്ചുപോയ വലിയച്ഛൻ ഇട്ടിരുന്ന ഷർട്ടായിരുന്നു ഇട്ടത്. ഞാനാണ് അവനോട് അത് ഇടാൻ പറഞ്ഞത്. കാരണം ഈ കല്യാണം ശ്യാമിന്റെ അല്ല, അവന്റെ വലിയച്ഛന്റെയാണ്. ശ്യാം അതിനൊരു വഴിയായി എന്നേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞത് വീട്ടുകാർക്ക് കാര്യങ്ങളിൽ കൂടുതൽ വിശ്വാസമായി. ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഒരുപടി കൂടി അടുത്തു. അവൻ ഗീതയുടെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഇനി തുടങ്ങാം. സ്വാമി മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഗീതയുടെ മനസ്സിൽ പേടിയും ശ്യാമിന്റെ മനസ്സിൽ ചിരിയുമായിരുന്നു. അങ്ങനെ ശ്യാം ഇത്രയും ദിവസം കാത്തിരുന്ന നിമിഷമെത്തി. സ്വാമി അവനോട് താലിയെടുത്ത് കെട്ടാൻ പറഞ്ഞു. അവൻ താലിയെടുത്ത് കെട്ടി. സിന്ദൂരം അവൻ അവന്റെ അമ്മയുടെ നെറ്റിയിൽ ചാർത്തിയപ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വീണു. ഇനി അവൾ അവന്റെ മകന്റെ ഭാര്യയാണെന്ന് മനസ്സിലായതാണ്. അവർ എല്ലാവരുടെയും ആശീർവാദം വാങ്ങിക്കാൻ പോയി. അമ്മമ്മയുടെ അടുത്തെത്തി. നീ എനിക്ക് സത്യം ചെയ്തു തരണം, ഗീത ചോദിച്ചു. എന്ത്? ഈ കുടുംബത്തിന്റെ പേരിൽ നീ ഇനി ശ്യാമിന്റെ ഭാര്യയാണെന്നും നിന്റെ മുൻ ഭർത്താവ് പോലെ നിനക്കൊരു അന്യപുരുഷനാണെന്നും ഇനി നീ ശ്യാം പറയുന്നത് പോലെ ജീവിക്കുമെന്നും ഇനി ഇത് തെറ്റിച്ചാൽ എനിക്കും നിന്റെ മകനും അപകടം സംഭവിക്കാമെന്ന് നീ സത്യം ചെയ്യണം. അവൾ തിരിച്ചൊന്നും പറയാതെ സത്യം ചെയ്തു. മോനെ, നിന്റെ മോനും അവന്റെ ഭാര്യയ്ക്കും ആശീർവാദം കൊടുക്ക്. അത് കേട്ട് അമ്മ ഞെട്ടി. അമ്മ അച്ഛനെ നോക്കിയപ്പോൾ അച്ഛൻ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ ഗീതയും അച്ഛന്റെ കയ്യിൽ നിന്ന് ആശീർവാദം മേടിച്ചതും തന്റെ ഭർത്താവ് തന്നെ സഹായിക്കുന്നില്ല എന്ന ചിന്ത അമ്മയുടെ മുഖത്ത് വന്നത് ഞാൻ കണ്ടു. അങ്ങനെ എല്ലാവരും ഞങ്ങൾക്ക് ആശംസകൾ നൽകി. ഗിഫ്റ്റുകളും ഫോട്ടോസുമായി കുറേ നേരം ഞാൻ അമ്മയുടെ ഒപ്പം നിന്നു.
അപ്പോൾ തൊട്ട് അമ്മ എന്നോട് സഹകരിച്ചു പോരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. കുറേ നേരത്തെ കല്യാണ പരിപാടി കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ റൂമിലേക്ക് പോയി. അവിടെ എൻ്റെയും അമ്മയുടെയും ആദ്യ രാത്രിക്ക് അമ്മയെ കാത്തിരുന്നു. എന്നാൽ ഗീത, താൻ ഇപ്പോഴും മകൻ്റെ മുന്നിൽ ഭാര്യയായി മാറിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് അമ്മയുടെ സ്വഭാവത്തിൽ ആ മുറിയിലേക്ക് കയറി ചെന്നു. അപ്പോൾ ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നെക്സ്റ്റ് പാർട്ട് വേണമെന്നുള്ളവർ കമൻ്റ് ഇടാനും മറക്കരുത്.